ഹായ്, വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി ക്ലാസ്സുകളിലും പ്രാക്ടിക്കൽ ലാബിലും വേണ്ടി വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് മീറ്റർ ബ്രിഡ്ജ്. ആൻഡ് ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് വീസ്റ്റേൺസ് പ്രിൻസിപ്പിൾ. വീസ്റ്റേൺസ് പ്രിൻസിപ്പിൾ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്ക് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് വീസ്റ്റേൺസ് ബ്രിഡ്ജ്, ദാറ്റ് ഈസ് മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജിന്റെ യൂസ് എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദ അൺനോൺ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. സോ ആ ഒരു എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ് നമുക്ക് പഠിക്കണം. അതിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കും, വർക്കിംഗ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് അൺനോൺ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ഡെറിവേഷൻ നോക്കുന്നുണ്ട്. തിയറി ഒരു ചെറിയൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ലാബിൽ എങ്ങനെയാണ് അത് ഫൈൻഡ് ഔട്ട് എന്നുള്ള കാര്യം കൂടെ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നു. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Our topic is meter bridge. Meter bridge is the practical application of Wheatstone's bridge. മീറ്റർ ബ്രിഡ്ജിൻ്റെ ഡെറിവേഷൻ പാർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ പാർട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. സോ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ പാർട്ടിൽ വരുന്നത് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എല്ലാം വരുന്നുണ്ട്. സർക്യൂട്ട് ഡയഗ്രാമത്തിൽ ഇതാണ് നമുക്ക് പഠിക്കേണ്ട കറക്റ്റ് പോർഷൻസ്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൺസ്ട്രക്ഷൻ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ്. ദിസ് ഈസ് ദ ആക്ച്വൽ ഇമേജ് ഓഫ് എ മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു വുഡൻ ബോർഡിൽ ഒരു മീറ്റർ സ്കെയിൽ അറ്റാച്ച്ഡ് ആണ്. 1 മീറ്റർ സ്കെയിൽ അഥവാ 100 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വുഡൻ സ്കെയിൽ അവിടെ കാണാം. ആ ഒരു സ്കെയിലിൽ നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്ററാണ് മീറ്റർ ബ്രിഡ്ജ് വയറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് റെസിസ്റ്ററായ മാൻഗനിൻ ഓർ കോൺസ്റ്റനൻറ്റൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് അഥവാ ആൽഫ എന്ന് പറയുന്നത് വളരെ ലോ ആണ്. ആൽഫ ലോ അഥവാ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ലോ മീൻസ് കറണ്ട് ഇൻക്രീസ് ചെയ്താലും ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യില്ല. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എല്ലാം. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് റെസിസ്റ്ററാണ് മീറ്റർ ബ്രിഡ്ജ് വയറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദർ ആർ സം മെറ്റാലിക് സ്ട്രിപ്സ് അവിടെ ഉണ്ട്. മെറ്റാലിക് സ്ട്രിപ്സിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഗ്യാപ്പ് 1 ഗ്യാപ്പ് 2 വരുന്നുണ്ട്. സോ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഇതിനെയാണ് നമ്മൾ മീറ്റർ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. മീറ്റർ ബ്രിഡ്ജ് സർക്യൂട്ടിൽ വരയ്ക്കുമ്പോൾ നമ്മൾ വുഡൻ ബോർഡെല്ലാം മാറ്റിയിട്ട് നമ്മൾ ആകെ വരയ്ക്കുന്നത് ഏത് മാത്രമേ ഉള്ളൂ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന കറക്റ്റ് പാത്ത് മാത്രം നമ്മൾ ഡ്രോ ചെയ്യാറുണ്ട്. ദിസ് ഈസ് ദ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് മീറ്റർ ബ്രിഡ്ജിനെ നമ്മൾ കാണുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം, മീറ്റർ ബ്രിഡ്ജ് സർക്യൂട്ട് ഡയഗ്രാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദിസ് ഈസ് എ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ മീറ്റർ ബ്രിഡ്ജ്. നമ്മൾ സർക്യൂട്ട് കണക്ട് ചെയ്യുന്ന ഇങ്ങനെയാണ്. അവിടെ ഇലക്ട്രിക്കൽ കമ്പോണൻസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഗ്യാപ്പ് 1 ഗ്യാപ്പ് 2 നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ്, അൺനോൺ റെസിസ്റ്റർ എല്ലാം കണക്ട് ചെയ്തു. സോ എന്താണ് റെസിസ്റ്റൻസ് ബോക്സ്? ഇതാണ് റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറയുന്നത്. ഒരു നോൺ റെസിസ്റ്റൻസ് ആണ് നമ്മളിവിടെ ഓഫർ ചെയ്യുന്നത് റെസിസ്റ്റൻസ് ബോക്സ് ഉപയോഗിച്ചിട്ട്. അവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കണക്ട് ചെയ്യുന്ന നോബ്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് കീസ് കാണുന്നുണ്ട്. ആ കീസ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ബ്രാസിൻ്റെ ഒരു പോർഷനിലാണ്, ഒരു ബ്രാസിൻ്റെ പാർട്ടിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ആ ബ്രാസിൻ്റെ പോർഷനിൽ ഗ്യാപ്പുകളുണ്ട്. ഗ്യാപ്പുകളിലാണ് നമ്മൾ കീ ഇൻസേർട്ട് ചെയ്യുന്നത്. അവിടുന്ന് എത്ര കീ ആണോ നമ്മൾ പ്ലഗ് ഔട്ട് ചെയ്യുന്നത് അഥവാ ഏത് കീ ആണോ നമ്മൾ റിമൂവ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയിരിക്കുന്ന അവിടെ ലേബിൾ ചെയ്തിട്ടുണ്ട്. അത്രയും റെസിസ്റ്റൻസ് ഈ സർക്യൂട്ടിലേക്ക് ഓഫർ ചെയ്യപ്പെടുന്നു. 20 ഓം എടുത്താൽ 20 ഓം റെസിസ്റ്റർ അവിടെ കിട്ടും. അതേപോലെ തന്നെ 2 ഓമിൻ്റെ ഒരു പ്ലഗും ഒരു 3 ഓമിൻ്റെ വേറൊരു പ്ലഗും കൂടെ നമ്മൾ പ്ലഗ് ഔട്ട് ചെയ്താൽ കീ 2 മാറ്റിയാൽ അത് 2 കൂടെ ആഡ് ചെയ്യപ്പെടും. അത്രയും റെസിസ്റ്റർ സർക്യൂട്ടിൽ ഓഫർ ചെയ്യപ്പെടുന്നുണ്ട്. സോ ദിസ് ഇസ് എ റെസിസ്റ്റൻസ് ബോക്സ് അഥവാ നോൺ റെസിസ്റ്റർ ഇൻ ദി സർക്യൂട്ട്. നെക്സ്റ്റ് നമുക്ക് കാണുന്നത് ഒരു ഗാലോനോമീറ്റർ ആണ്. ദിസ് ഈസ് ദ ഗാലോനോമീറ്റർ. ഗാലോനോമീറ്റർ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ട്, റൈറ്റിലേക്ക് ഡിഫ്ലക്ഷൻ വരും. ലെഫ്റ്റും റൈറ്റും ഡിഫ്ലക്ഷൻ ഷോ ചെയ്യുന്നത് പ്രസൻസ് ഓഫ് കറണ്ട്. ഒരു സർക്യൂട്ടിൽ കൂടെ കറണ്ടിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ ഗാലോനോമീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ഗാലോനോമീറ്ററിൽ 0 ഡിഫ്ലക്ഷൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ അഥവാ നൾ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദാറ്റ് സർക്യൂട്ട്. സോ ദിസ് ഈസ് ദ ഗാലോനോമീറ്റർ. റെഡ് കളറിലെ നീഡിലാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു സെല്ല് യൂസ് ചെയ്യുന്നുണ്ട്, സോഴ്സ് ഓഫ് EMF എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ലെഗ്രാഞ്ചിയൻ സെല്ല് യൂസ് ചെയ്യാം. അതുപോലെ ഒരു എലിമിനേറ്റർ, ബാറ്ററി എലിമിനേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ബാറ്ററി എലിമിനേറ്ററിൽ നമുക്ക് 2 to 12 വോൾട്ട് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഒരു വേരിയബിൾ സോഴ്സ് ആണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ടെർമിനൽ റെഡും നെഗറ്റീവ് ടെർമിനലും അവിടെ കാണിച്ചിരിക്കുന്നു. അതിലേക്ക് നമുക്ക് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ മെയിൻ ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഓഫ് എ മീറ്റർ ബ്രിഡ്ജ്. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് കാണാം. സർക്യൂട്ട് ഡയഗ്രാം, ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡെറിവേഷൻ പാർട്ട് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ മെയിൻ കമ്പോണൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ലാബിൽ വരുമ്പോൾ ഇതെല്ലാം നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിളിലേക്ക് കടക്കാം.
The principle behind a meter bridge or the practical application of Wheatstone's bridge is called a meter bridge. So meter bridge circuit diagram നമ്മളൊന്ന് കൺസിഡർ ചെയ്തു. ഈ മീറ്റർ ബിഡ്ജിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ വീസ്റ്റൺസ് ബ്രിഡ്ജ് ഡയഗ്രാമായിട്ടൊന്ന് കമ്പയർ ചെയ്യുവാണ്. വീസ്റ്റൺസ് ബ്രിഡ്ജ് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു എന്ന് കരുതുന്നു. വളരെ ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീസ്റ്റൺസ് ബ്രിഡ്ജിൽ ബി ആൻഡ് ഡി എന്ന് പറയുന്ന ജംഗ്ഷൻസിലാണ് നമ്മൾ ബ്രിഡ്ജ് കണക്ഷൻ വന്നിരിക്കുന്നത്. ബി ടു ഡിയിലാണ് ഗാലോനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് മീറ്റർ ബ്രിഡ്ജിലും ബി ടു ഡിയിലും നമ്മൾ ഗാലോനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ എ ആൻഡ് സി എന്ന് പറയുന്ന ജംഗ്ഷൻസിലാണ് നമ്മൾ സെല്ലിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്കൊന്ന് കമ്പയർ ചെയ്യുമ്പം വീസ്റ്റൺസ് ബ്രിഡ്ജിൻ്റെ ഒരു എക്സ്പാൻഡഡ് ഫോമായിട്ട് നമുക്ക് മീറ്റർ ബ്രിഡ്ജിനെ വേണേൽ കൺസിഡർ ചെയ്യാൻ പറ്റും. സോ മീറ്റർ ബ്രിഡ്ജ് ഈസ് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ ഓർ ദ പ്രിൻസിപ്പൾ ബിഹൈൻഡ് എ മീറ്റർ ബ്രിഡ്ജ് ഈസ് വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ ആണ്. സോ P/Q is equal to R/S ആണ്. സോ ഹിയർ എ ആൻഡ് സി എന്ന് പറയുന്ന ജംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു. അതിൽ എ ടു സിയിൽ വരുന്ന റെസിസ്റ്റേഴ്സ് ആണ് പി ആൻഡ് ക്യൂ. മീറ്റർ ബ്രിഡ്ജിൽ വരുന്ന റെസിസ്റ്റേഴ്സ് ആണ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് P/Q എന്ന് പറയുന്ന റേഷ്യോ നമ്മളിവിടെ എടുക്കുന്നത് റെസിസ്റ്റൻസ് ഓഫ് എ ഡി ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് ഡി സി എന്ന് പറഞ്ഞാൽ ആ വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി വളരെ എളുപ്പത്തിൽ നമുക്ക് ഡെറിവേഷനിലേക്ക് കടക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഡെറിവേഷണൽ പാർട്ടിലേക്ക് കടക്കാം. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് നോട്ട് ചെയ്യേണ്ടത്, ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ മീറ്റർ ബ്രിഡ്ജ്, a simplest practical application of a Wheatstone's bridge that is used to measure an unknown resistance. സോ ഒരു അൺനോൺ റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റൽ അറേഞ്ച്മെൻ്റ് ആണ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് എഴുതും? പ്രിൻസിപ്പിൾ ഓഫ് ദ എക്സ്പെരിമെൻ്റ് അല്ലേ. ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈസ് വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ. വീസ്റ്റൺസ് പ്രിൻസിപ്പിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കണ്ട് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. So in balanced condition or when the bridge is balanced, we can write P/Q is equal to R/S. This is the Wheatstone's principle or Wheatstone's balanced condition. സോ നെക്സ്റ്റ് നമ്മൾ കൺസ്ട്രക്ഷനിലേക്ക് കടക്കുവാണ്. എങ്ങനെയാണ് സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നത്, എന്തൊക്കെയാണ് മെയിൻ കമ്പോണൻസ് നമ്മൾ പറയുന്നു. സോ കൺസ്ട്രക്ഷൻ, ഫസ്റ്റ് വി വോണ്ട് ടു ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം. കൺസിഡർ ദിസ് ഈസ് എ മീറ്റർ ബ്രിഡ്ജ് ആൻഡ് എ സോഴ്സ് ഓഫ് EMF ഈസ് കണക്റ്റഡ് ത്രൂ എ കീ ടു ദ ജംഗ്ഷൻ എ ആൻഡ് ബി. അപ്പം മീറ്റർ ബ്രിഡ്ജിലേക്ക് നമ്മൾ ഏതിനെ കണക്ട് ചെയ്തു? സെല്ലിനെ കണക്ട് ചെയ്തു. സോഴ്സ് ഓഫ് EMFനെ നമ്മൾ കണക്ട് ചെയ്തു. സോ നെക്സ്റ്റ് വി വോണ്ട് ടു കൺസിഡർ എ റെസിസ്റ്റൻസ് ബോക്സ് ഈസ് കണക്റ്റഡ് ടു ഗ്യാപ്പ് 1. റെസിസ്റ്റൻസ് ബോക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ് അതിൻ്റെ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് ഗ്യാപ്പ് 2വിലേക്കാണ് നമ്മൾ അൺനോൺ റെസിസ്റ്റർ ക്യാപിറ്റൽ X അഥവാ S നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഹിയർ ഈ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എ സ്ലൈഡിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് എ ഗാലോനോമീറ്റർ ഈസ് കണക്റ്റഡ് ടു എ ജോക്കി or jockey is connected through a galvanometer to the meter bridge. So jockey connect ചെയ്ത് ജോക്കിയുടെ പർപ്പസ് എന്ന് പറയുന്നത് we can slide this jockey through the resistance wire or meter bridge wire AB എന്ന് പറയുന്ന മീറ്റർ ബ്രിഡ്ജ് വയറിലൂടെ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും ജോക്കീനെ. അങ്ങനെയാണ് നമ്മൾ ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. സോ നെക്സ്റ്റ് L be the length of AJ and 100 minus L be the length of JB എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു മീറ്റർ സ്കെയിൽ അവിടെ ഉണ്ടല്ലേ, ആ മീറ്റർ സ്കെയിലിൽ നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. സോ S be the resistance of unknown resistance and P be the resistance of AJ and Q be the resistance of wire JB. സോ അപ്പോൾ ഇവിടെ വീസ്റ്റേൺസ് ബ്രിഡ്ജുമായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്പയർ ചെയ്യാം. PQRS 4 റെസിസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞു, AB ജംഗ്ഷൻ ഉണ്ട്. സോ ഈ ഒരു കമ്പാരിസണിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വീസ്റ്റേൺസ് ബ്രിഡ്ജുമായിട്ടുള്ള കമ്പാരിസണിലൂടെയാണ് നമ്മൾ മുന്നോട്ട് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ വർക്കിംഗ് ടേക്ക് സ്യൂട്ടബിൾ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ഫ്രം RB അഥവാ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്നും സ്യൂട്ടബിൾ റെസിസ്റ്ററായി. ഇപ്പം ഞാനൊരു 5 ohm കീ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്തു. കീയുടെ പ്ലഗ് നമ്മൾ നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് കണ്ടു കഴിഞ്ഞു. അവിടുന്ന് ഒരു 5 ohmൻ്റെ കീ നമ്മൾ മാറ്റിയാൽ ആ റെസിസ്റ്റൻസിൽ എത്ര വന്നു? 5 ohm റെസിസ്റ്റർ നമ്മൾ സപ്ലൈ ചെയ്തു അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ആ 5 ohm റെസിസ്റ്റൻസ് മാറ്റിയതിന് ശേഷം ജോക്കി നമ്മൾ AB-യിലൂടെ സ്ലൈഡ് ചെയ്യുക. AB എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വയറിലൂടെ നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോൾ ഗാലോനോമീറ്ററിൽ നമ്മൾ നോക്കുക. വി ആർ ഒബ്സർവിങ് ദ ഗാലോനോമീറ്റർ. വെൻ ദിസ് ഗാലോനോമീറ്റർ ഷോസ് 0 ഡിഫ്ലക്ഷൻ, ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഗാലോനോമീറ്ററിൽ എന്ത് ചെയ്യുന്നു? 0 ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ആ ഡിസ്റ്റൻസ് ആണ് AJ എന്ന് പറയുന്ന L. അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് കോൾഡ് ബാലൻസ്ഡ് കണ്ടീഷൻ.
സോ പി ബൈ ക്യു ഈസ് ഈക്വൽ ടു ആർ ബൈ എസ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നമ്മൾ എടുക്കുന്നത് ദ ബ്രിഡ്ജ് വയർ ഈസ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ. എ ബി എന്ന് പറയുന്ന മീറ്റർ ബ്രിഡ്ജ് വയർ സെയിം ഏരിയ ആണ് ത്രൂ ഔട്ട്. എ ടു ബി ത്രൂ ഔട്ട് എന്താണ് സെയിം ഏരിയ ആണ്. സോ വി ക്യാൻ സേ ദ റെസിസ്റ്റൻസ് ഓഫ് വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ വയർ. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. വി നോ ദാറ്റ്. റെസിസ്റ്റൻസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? ലെങ്ത് ഉണ്ട്, ഏരിയ ഉണ്ട്. ഏരിയ യൂണിഫോം ആണ്, അതുകൊണ്ട് വേരിയബിൾ എന്ന് പറയുന്ന ലെങ്ത് ആണ്. ലെങ്ത് മാറുന്ന അനുസരിച്ച് റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. സോ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ വയർ. സോ വി ക്യാൻ റൈറ്റ് പി ബൈ ക്യു ഈസ് ഈക്വൽ ടു അല്ലെ വീസ്റ്റേൺസ് പ്രിൻസിപ്പിളിലെ പി ബൈ ക്യു ഈസ് ഈക്വൽ ടു നമ്മൾ മീറ്റർ ബ്രിഡ്ജിന്റെ ഡയഗ്രത്തിലേക്ക് നോക്കി. പി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് എ ജെ ആണ്. അതുപോലെ തന്നെ ക്യു എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് ജെ ബി ആണ്. റെസിസ്റ്റൻസ് ഓഫ് എ ജെ ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് ജെ ബി. So we can write that is equal to resistance of AJ എന്ന് പറഞ്ഞാൽ എന്താണ്? is proportional to length of the wire എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. that is rho L by A ആണ്. so rho into L divided by resistance of JB, that is rho into 100 minus L. so rho cancel ചെയ്ത് കഴിഞ്ഞാൽ we can write from using Weisstein's principle we can write R by S is equal to P by Q ആണല്ലോ. P by Q ന്റെ സ്ഥാനത്ത് ഏത് കൊടുക്കുക? L by 100 minus L. R by S is equal to L by 100 minus L. So the unknown parameter is X. X ആണ് നമുക്ക് അറിയില്ലാത്തത്. അഥവാ S is equal to RL divided by 100 minus L. So this is a final equation. Unknown resistor S is equal to അഥവാ X is equal to RL by 100 minus L. By knowing L and capital R we can find capital X. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ എക്സ് കണ്ടുപിടിക്കാനായിട്ട് അഥവാ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഒന്ന് റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് നമ്മൾ എത്ര ഓം റെസിസ്റ്റൻസ് ആണോ എടുക്കുന്നത്, അഥവാ എത്ര ഓം റെസിസ്റ്റർ ആണോ സർക്യൂട്ടിൽ ഓഫർ ചെയ്യുന്നത്, അതേ ഇൻറ്റു എൽ ബൈ 100 മൈനസ് എൽ. എൽ മീൻസ് ദാറ്റ് ബാലൻസ്ഡ് കണ്ടീഷണൽ ലെങ്ത്, ബാലൻസ് ലെങ്ത് ആണ് ഡിവൈഡഡ് ബൈ 100 മൈനസ് എൽ. സോ നിങ്ങൾക്ക് ഡെറിവേഷൻ പാർട്ട് വളരെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. മീറ്റർ ബ്രിഡ്ജിൻ്റെ എക്സ്പെരിമെൻ്റൽ സൈഡും കൂടെ വളരെ ബ്രീഫായിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. സർക്യൂട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഇലക്ട്രിക്കൽ കമ്പോണൻസ് എല്ലാം സർക്യൂട്ടിൽ കാണിക്കുന്ന പോലെ തന്നെ കണക്ട് ചെയ്യുക. അതിനുശേഷം കീ ഇൻസേർട്ട് ചെയ്യുക. സോ സം കറണ്ട് ഫ്ലോസ് ത്രൂ ദി സർക്യൂട്ട്. ദെൻ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്നും അതിനു മുമ്പ് നമ്മളൊരു ഒബ്സർവേഷൻ കോളം വരയ്ക്കുവാണ്. ദിസ് ഈസ് ഒബ്സർവേഷൻ കോളം കറസ്പോണ്ടിങ് ടു മീറ്റർ ബ്രിഡ്ജ്. ട്രയൽ നമ്പർ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നമ്പർ വന്നിട്ടുണ്ട്. ദെൻ ആർ റെസിസ്റ്റൻസ് ബോക്സിൽ നിന്നും എത്ര ഓം റെസിസ്റ്റർ ആണോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്, സോ ദാറ്റ് ഇസ് ആർ. ദെൻ നോൺ റെസിസ്റ്റർ ആണ് ആർ എന്ന് പറയുന്നത്. അതുപോലെ എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ഗാലോനോമീറ്ററിൽ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന ലെങ്ത്, ദാറ്റ് ഈസ് എ ജെ എന്ന് പറയുന്നതാണ് എൽ എന്ന് പറയുന്നത്. ദെൻ 100 മൈനസ് എൽ ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്മൾ എഴുതി. ദെൻ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കീ ക്ലോസ് ചെയ്തതിന് ശേഷം റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് നമ്മളൊരു 5 ഓം എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന ഒരു 5 ഓം റെസിസ്റ്റൻസ് നമ്മൾ സർക്യൂട്ടിൽ ഓഫർ ചെയ്യുകയാണ്. അഥവാ ഒരു കീ നമ്മൾ 5 ഓമിന് കറസ്പോണ്ടിങ് കാണുന്ന കീ നമ്മൾ പ്ലഗ് ഔട്ട് ചെയ്തു റെസിസ്റ്റൻസ് ബോക്സിൽ. ദെൻ ജോക്കി എ സി എന്ന് പറയുന്ന മീറ്റർ ബ്രിഡ്ജ് വയറിലൂടെ നമ്മൾ സ്ലൈഡ് ചെയ്യുന്നു. മീറ്റർ ബ്രിഡ്ജ് വയറിലൂടെ സ്ലൈഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഗാലോനോമീറ്ററിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ എവിടെയാണോ ഗാലോനോമീറ്റർ ഡിഫ്ലക്ഷൻ 0 കാണിക്കുന്നത്, നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന പോയിന്റിൽ ജോക്കി സ്റ്റോപ്പ് ചെയ്യുന്നു. സോ എ ജെ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ ഒരു മീറ്റർ സ്കെയിലിൻ്റെ സഹായത്തോടുകൂടി മെഷർ ചെയ്തെടുക്കുന്നു. അത് 40 സെൻറ്റിമീറ്ററിന് കിട്ടിയെന്ന് കരുതുക. സോ എൽ ഈസ് ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ ആണ്. നമ്മുടെ ഒബ്സർവേഷൻസ് കഴിഞ്ഞു. സോ 5 ഓമിന് കറസ്പോണ്ടിങ് നമുക്ക് 40 സെൻറ്റിമീറ്റർ ലെങ്ത് കിട്ടി. ദെൻ കാൽക്കുലേഷൻസ് ആണ്. ടാബ്ലർ കോളത്തിൽ 100 മൈനസ് എൽ എന്ന് എഴുതിയിട്ടുണ്ട്. സോ 100 മൈനസ് 40 ഈസ് ഈക്വൽ ടു 60 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി. അതിനുശേഷം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ്, അൺനോൺ റെസിസ്റ്റൻസ് എക്സ് ഈസ് ഈക്വൽ ടു ആർ എൽ ബൈ 100 മൈനസ് എൽ, ദാറ്റ് ഈസ് 5 ഇൻറ്റു 40 ഡിവൈഡ് ബൈ 60. വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 3.3 ആൻസർ കിട്ടി. സോ ദിസ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ എക്സ് അഥവാ അൺനോൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? റെസിസ്റ്റൻസ് ബോക്സിൽ 5 നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം 4 ഏത് റെസിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആണോ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, ആ റെസിസ്റ്റൻസ് പ്ലഗ് ഔട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 4 ആണെങ്കിൽ 4 ഓമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കീ നമ്മൾ എക്സേർട്ട് ചെയ്യുക റെസിസ്റ്റൻസ് ബോക്സിൽ. അപ്പോൾ 4 ഓം റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ ഓഫർ ചെയ്യപ്പെട്ടു. അതിനുശേഷം ജോക്കി നമ്മൾ എ സിയിലൂടെ സ്ലൈഡ് ചെയ്യുക, മീറ്റർ ബ്രിഡ്ജ് വയറിലൂടെ സ്ലൈഡ് ചെയ്യുക. എവിടെയാണോ ഗാലോനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ അഥവാ നൾ ഡിഫ്ലക്ഷൻ ഷോ ചെയ്യുന്നത് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു സ്ലൈഡിങ്. ദെൻ എ ജെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു.
സോ വി ക്യാൻ കാൽക്കുലേറ്റ് റെസിസ്റ്റൻസ്, അൺനോൺ റെസിസ്റ്റൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് എക്സ്പെരിമെൻ്റൽ സൈഡ് ഓഫ് മീറ്റർ ബ്രിഡ്ജ്.